ബ്ലഷിന് വേണേ ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ട് അഞ്ചിന്റെ സ്വത്തുവടിയായ ചേച്ചി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. 2019 ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ടൈമിൽ എനിക്ക് കുറേയധികം ക്രിയേറ്റേഴ്സിനെയും നല്ല രീതിയിൽ കോണ്ടൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും അവരുമായിട്ട് ഗ്രൂപ്പ് ചേർന്ന് വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചിയായിരുന്നു അഞ്ജു ചേച്ചി. അപ്പോൾ ഇന്ന് അഞ്ജു ചേച്ചിയുടെ കല്യാണ വീട്ടിലേക്ക് നമ്മൾ പോവാം കേട്ടോ. നാളെയാണ് ആക്ച്വലി കല്യാണം. പക്ഷേ നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഈ വീഡിയോയിൽ വെച്ചിട്ട് നോക്കുമ്പോൾ നാളെയാണ് കല്യാണം. സോ നമ്മൾ കല്യാണ വീട്ടിലേക്ക് വന്നതാണ്. ഞാൻ മാത്രമല്ല വന്നത്, എൻ്റെ കൂടെ സാന്ദ്രയും അവളുടെ അനിയത്തി സർഗ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജുശിയുടെ വീട് ഓച്ചിറയിലാണ്. സോ ഞാൻ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ജുശിയുടെ ചേച്ചിയാണ് കേട്ടോ ഈ പച്ച കളറിൽ ഉടുപ്പിട്ടിട്ട് നിൽക്കുന്നത്. പിന്നെ അത് അഞ്ജുശിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡുമാണ്. എനിക്ക് പൊതുവെ അഞ്ജുശിയെ പറ്റി പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യം, അഞ്ജുശി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചേച്ചിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനെയും ഭയങ്കര കൂളായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര കാര്യങ്ങളുണ്ടെങ്കിലും ഭയങ്കര കൂളായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. കല്യാണത്തിനന്ന് മാത്രം ചെറിയൊരു ടെൻഷൻ കാണിച്ചു, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഇത് അഞ്ജുശിയുടെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ ഇതാണ് അഞ്ജുശിയുടെ കോസ്റ്റ്യൂം. തലേ ദിവസത്തെ നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ട്സ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജുശി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ പുറത്ത് വെയിറ്റിങ്ങിലായിരുന്നു അഞ്ജുശിക്ക് വേണ്ടിയിട്ട്. കാര്യം ഇന്ന് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കൊരു പുടവ കൊടുക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനായിട്ട് ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2:30ക്കാണ് ഫംഗ്ഷൻ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്തേക്ക് അഞ്ജുശി ഓടുകയാണ്. ഫോട്ടോഗ്രാഫേഴ്സിനെ പറ്റി പറയാനാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു കേട്ടോ. എല്ലാം വളരെ കാമായിട്ട് ഡീൽ ചെയ്ത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഷൂട്ട്സ് ആയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങളായിട്ട് ഇങ്ങനെ ലാഗ് എടുപ്പിക്കാതെ വളരെ കാമായിട്ടും നല്ല കംഫർട്ടബിളും ആയിട്ടായിരുന്നു ഫോട്ടോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും. അതിപ്പോൾ അഞ്ജുശിയുടെ ഫാമിലിയുടെ ഒരു പോസിറ്റീവ്നെസ്സും കൂടി ഉണ്ട് കേട്ടോ അവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന സമയം തൊട്ട് എന്നെയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും എല്ലാവരും നല്ല രീതിയിലാണ് കേട്ടോ ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കംഫർട്ട് സോൺ തന്നെയായിരുന്നു. അപ്പോൾ തലേദിവസം അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു ഫംഗ്ഷനായിട്ട് ഉച്ചയ്ക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷനായിട്ട് നടത്തുന്നു. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഉച്ചയ്ക്ക് സദ്യയും വൈകിട്ട് ഫ്രൈഡ് റൈസും ചിക്കനും എന്തോ സംതിങ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച് കഴിഞ്ഞായിരുന്നു. പക്ഷേ ഇതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഫേമസ് ആക്കുന്നത് കല്യാണ അവസരത്തിൽ എന്താ പറയാനുള്ളത്? കല്യാണമാണ് എനിക്ക് തന്നെ റിയലൈസ് ആക്കാം. അഞ്ജുശിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ കൂട്ടത്തിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് റിയലൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അഞ്ജുശി ഞാനും സത്യം പറഞ്ഞാൽ ഒരു 7 വയസ്സിൻ്റെ ഗ്യാപ്പ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളെല്ലാവരും ഭയങ്കര വൈബായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാ ആൾക്കാരും ഒന്നിച്ച് കൂടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷേ പല ആൾക്കാരും ഉണ്ടായിരുന്നില്ല മാരേജ് ഫംഗ്ഷനാണെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും. കാര്യം ഓരോരുത്തർ ഓരോ എടുത്തായിട്ട് കല്യാണം കഴിച്ചും കുട്ടികളൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോ എടുത്താണ്. സോ ഇതിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം പിന്നെ ആൾക്കാരുണ്ടായിരുന്നു. കല്യാണത്തിന് പക്ഷെ നമ്മുടെ ഗ്യാങ്ങിലുള്ള കുറച്ച് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരും വന്നത് റിസപ്ഷനാണ്. പക്ഷെ അതെനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭാര്യയും ഭർത്താവും കോയിൻസിഡൻസ്. നിങ്ങൾ രണ്ടുപേരും കോയിൻസിഡൻസ്. നിങ്ങളുടെ ഒരു കപ്പിൾസ്